ചിത്തിര നാളുകാർക്ക് ഈ 2024 പൊതുവെ എപ്രകാരമായിരിക്കുന്നുവെന്ന് നോക്കാം. മേടം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നു. മീനൻ രാശിയിൽ രാഹുവിൻ്റെ സഞ്ചാരം, കുംഭത്തിൽ ശനിയുടെ സഞ്ചാരം, ഇങ്ങനെയൊക്കെയാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി. ചിത്തിരക്കാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ലഭിക്കാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സന്ദർഭമുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. അന്യദേശങ്ങളിൽ IT, ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടിയേക്കാം. അതുവഴി കൂടുതൽ വരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന വാസസ്ഥലം ലഭിക്കുവാനിടയുണ്ട്. പല ഗുണങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാം. കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് ഇത്. നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കുവാൻ അവസരമുണ്ടാകും. കൂടുതൽ നൂതനമായ പ്രവർത്തന മേഖലകളിൽ പ്രവേശിച്ച് അതിലെ പരിശ്രമം വിജയത്തിലെത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളും വേണ്ടത്ര ശ്രദ്ധയോടുകൂടി ചെയ്യുക. ജീവിതത്തിൽ ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന പല മാറ്റങ്ങളും വരുത്തുന്നതിനും സുപ്രധാനമായ പരിണാമങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നതിനുമുള്ള സന്ദർഭമാണ് വരുന്നത്. ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കാനിടവരും. വിവാഹ ആലോചനകളിൽ വൈകാതെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല മാറ്റങ്ങളുടെ കാലഘട്ടം വരാനുള്ള ഒരു സാഹചര്യമായിരിക്കുന്നു. കൂടുതൽ വ്യക്തിപരവും കൂടുതൽ സൂക്ഷ്മവുമായിട്ടുള്ള വസ്തുതകൾ അറിയുന്നതിന് സമഗ്രമായ രാശി ചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.